إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിൽ നിന്നാണ് എല്ലാവിധ ഖൈറും ഷർറും അവന്റെ തീരുമാനമനുസരിച്ചാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. ഈമാൻ കാര്യത്തിന്റെ 6ാമത്തെ ഭാഗമായി ചെറുപ്പം മുതലേ എല്ലാ ആളുകളും ചൊല്ലിപ്പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു വിഷയവും കൂടിയാണ്. നമുക്കെന്ത് ഖൈറുണ്ടാകുന്നുവോ ദോഷകരമായി നമുക്ക് ദോഷകരമായി തോന്നുന്ന എല്ലാം ദോഷമായി കൊള്ളണമെന്നില്ല. അപ്പൊ നമുക്കങ്ങനെ അനുഭവപ്പെടുന്നുവെങ്കിലും അത്തരം കാര്യങ്ങളും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചാണ് എന്ന് ഒരു വിശ്വാസി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ അവന്റെ ജീവിതത്തിൽ അവന് ധൈര്യമായി മുന്നോട്ടു പോകുവാനും ഏതൊരു പ്രയാസത്തെയും ബുദ്ധിമുട്ടുകളെയും തരണം ചെയ്യുവാനും അങ്ങനെ സ്വസ്ഥമായ ഒരു ജീവിതം ലഭിക്കുവാനും അത് കാരണമായി. എന്നാൽ ഇന്ന് മുസ്ലിങ്ങളല്ലാത്ത ആളുകളെ പരിശോധിച്ചാൽ, ദൈവവിശ്വാസികളല്ല, ഞങ്ങൾ മതത്തിനെതിരാണ് എന്ന് പറയുന്ന ആളുകളിൽ പോലും അവരിലടക്കം ഇതിന് വിരുദ്ധമായ വിശ്വാസങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള കാലമായാലും കോലങ്ങളായാലും വസ്തുക്കളായാലും ഇങ്ങനെയുള്ള പലതും വരുത്തി തീർക്കുകയും ഈ പ്രപഞ്ചത്തിൽ അവക്ക് സ്വാധീനം ചെലുത്താൻ സാധിക്കുകയും അല്ലെങ്കിൽ അതിന് കാരണമായി തീരുകയും ചെയ്യുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് മനുഷ്യരിൽ തന്നെ ഭൂരിഭാഗം ആളുകൾ. ഇതൊന്നും ഇല്ലാതെ ജീവിക്കേണ്ട മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളിൽ ഒരുപാട് തെറ്റായ വിശ്വാസങ്ങൾ കടന്നു വന്നതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിലും വിശ്വാസപരമായ തകരാറുകൾ സംഭവിച്ചവരാണ് ഭൂരിഭാഗം ആളുകളും എന്ന് മൊത്തം മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളെ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അക്കൂട്ടത്തിൽ ലോകത്തുള്ള പല മുസ്ലിങ്ങളിലും ഉള്ളതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നൊക്കെ ചൊല്ലിയ ആളുകളിൽ ഒരുപാട് ആളുകൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ പെട്ട വസ്തുക്കളോ കാര്യങ്ങളോ സമയങ്ങളോ കാലങ്ങളോ ദിവസങ്ങളോ മാസങ്ങളോ ജീവികളോ ഇങ്ങനെയൊക്കെയുള്ള പലതും നമുക്ക് ആപത്ത് വരുത്തുന്നു അല്ലെങ്കിൽ ആപത്ത് വരുത്താൻ അത് കാരണമായി തീരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു മാസമാണ് സഫർ മാസം. സഫർ മാസത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുസ്ലിങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ ഈ വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളുടെ അതേ വിശ്വാസമുള്ള ലോകത്തുള്ള മുസ്ലിങ്ങളായി അറിയപ്പെടുന്ന പലരുടെയും അടുക്കൽ ഇത്തരം തെറ്റായ വിശ്വാസമുണ്ട് എന്ന് ലോകത്തുള്ള പണ്ഡിതന്മാർ വിശ്വാസപരമായ കാര്യങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ കേരളത്തിൽ മാത്രമുള്ള ഒരു ഏർപ്പാടല്ല ഇത്. മാസങ്ങൾക്കും ദിവസങ്ങൾക്കുമൊക്കെ ദുശകുനം കൽപ്പിക്കുക, അതിൽ ദോഷബാധയുണ്ട് എന്ന് വിശ്വസിക്കുക, എന്നിട്ട് അനുവദിക്കപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിൽ പിന്മാറുക, പോകേണ്ടടുത്ത് പോകാതിരിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ഭയപ്പാടുകളും ആശങ്കകളും അതിന്റെ പേരിലുള്ള പിന്മാറ്റങ്ങളും ആളുകളിൽ ഉണ്ട്. ഇത് സഫറിൽ മാത്രമല്ല, മറ്റു പലതിലും ഇത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ എല്ലാ തരം ആളുകളും പാർട്ടികളും സ്ഥാപനങ്ങളുമൊക്കെ കലണ്ടറുകൾ അടിച്ചിറക്കാറുണ്ട്. ഇതിൽ മുസ്ലിം സംഘടനകൾ അടിച്ചിറക്കുന്ന മുസ്ലിങ്ങളായ അങ്ങനെ അറിയപ്പെടുന്ന ആളുകൾ അടിച്ചിറക്കുന്ന കലണ്ടറുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം സഫറിൽ മാത്രമല്ല ഒരുപാട് ദിവസങ്ങൾ ലക്ഷണക്കേടാണ്. നഹ്സ് ഉണ്ട് എന്നാണ്. നഹ്സ് എന്ന് മലയാളം പറയാതെ തന്നെ ആ വാക്ക് ആളുകൾക്ക് സുപരിചിതമാണ്. ആ നഹ്സ് ലക്ഷണക്കേടുണ്ട്. കലണ്ടർ എടുത്ത് പരിശോധിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇത്തരം ആളുകൾ എഴുതിവിടുന്ന പുസ്തകങ്ങളും മറ്റും പരിശോധിച്ചാൽ ഒരു കലണ്ടർ എടുത്താൽ ഒരു ഹിജറ വർഷത്തിലെ ദിവസത്തിൽ 96, ചിലതിലെണ്ണിയാൽ 105, 106 ദിവസങ്ങൾ വരെ 350 ചില്ലാനമുള്ള ദിവസങ്ങളിൽ 106 ദിവസങ്ങൾ അല്ലെങ്കിൽ അത്രത്തോളം ദിവസങ്ങൾ ലക്ഷണക്കേടിന്റെ നഹസിന്റെ ദിവസങ്ങളാണ് എന്ന് കലണ്ടറിൽ അടയാളപ്പെടുത്തിയത് കാണാൻ സാധിക്കും. ഞാൻ അത്തരമൊരു കലണ്ടർ മുമ്പൊരിക്കൽ എണ്ണി നോക്കിയിട്ടുണ്ട്. അതിൽ അടയാളപ്പെടുത്തിയത് നഹസിന്റെ ദിവസങ്ങൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടവർ എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം എല്ലാ അറബി മാസത്തിലെയും 3-ാം തീയതി, 5-ാം തീയതി, 13-ാം തീയതി, 21, 24, 25, 28 ഈ ദിവസങ്ങൾ, ഇത്രയും തീയതികൾ നഹ്സിന്റെ
ദിവസങ്ങളാണ്. അപ്പൊ ഒരു മാസത്തിൽ 29-30 ദിവസമുള്ളതിൽ 7 ദിവസവും ലക്ഷണം കെട്ട ദിവസമാണ്. നല്ലതൊന്നും ചെയ്യാൻ പാടില്ലാത്ത, നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാൻ പറ്റാത്ത, കച്ചവടം ചെയ്യാൻ പറ്റാത്ത, ഇങ്ങനെ പലതിനും ലക്ഷണക്കേടായി മാറുന്ന ദിവസങ്ങളായി മാപ്പിളമാർ അടിച്ചിറക്കുന്ന കലണ്ടറുകളിൽ എഴുതപ്പെടുകയും സുന്നത്ത് ജമാഅത്തിന്റെ എന്ന് പറയപ്പെടുന്ന പുസ്തകങ്ങളിലും, ഇന്നിപ്പോ ഒരു സൈറ്റ് നോക്കിയതിന്റെ പേര് ഇഫ്ഷാ ഉസ്സുന്ന എന്നാണ്, സുന്നത്തിനെ വ്യാപിപ്പിക്കുക എന്നാണ് സൈറ്റിന്റെ പേര്. ആ സൈറ്റിൽ നഹ്സിന്റെ ദിവസങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഒടുക്കത്തെ ബുധൻ, സാധാരണ നാട്ടുകാർ ഉപയോഗിക്കുന്ന വാക്കാണ് ഒടുക്കത്തെ ബുധൻ, അതായത് എല്ലാ മാസത്തിലെയും ഒടുവിലത്തെ ബുധനാഴ്ച, ഇത് നഹ്സിന്റെ ദിവസമാണ്. എല്ലാ അറബി മാസത്തിലെയും ഒടുക്കത്തെ ബുധൻ ഒന്നിനും പറ്റാത്ത കൊള്ളാത്ത ദിവസമാണ്. ബാക്കി നേരത്തെ ഞാൻ പറഞ്ഞ ഈ പ്രത്യേക തീയതികൾ, ആ തീയതി കഴിച്ചാൽ അങ്ങനെ നോക്കുമ്പോൾ ഒരു മാസത്തിൽ 7 ദിവസം ചുരുങ്ങിയത് 10 × 7 70, 2 7 14, 84 ദിവസമായി. പിന്നെ ഈ ഒടുക്കത്തെ ബുധനും അപ്പൊ 85 87 എത്തും ഏറ്റവും കുറഞ്ഞത്. പിന്നെ അതിൽ തന്നെ ചില മാസങ്ങളിൽ ഇപ്പറഞ്ഞ തീയതികൾക്ക് പുറമെ 13 പുറമെ 15, 16, ചിലതില് 10, അതുപോലെ 21, ഇങ്ങനെയുള്ള വേറെ ചില ദിവസങ്ങളും ലക്ഷണക്കേടിന്റെ ദിവസങ്ങളാണ്. എന്തിനേറെ റമളാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങൾ ലൈലത്തുൽ ഖദറിന്റെ രാത്രികളിൽ ഏറ്റവും ശ്രേഷ്ഠമായ രാവുകൾ എന്ന് ഖുർആനിലൂടെയും ഹദീസിലെയും മനസ്സിലാക്കാൻ പറ്റുന്ന ദിവസമാണ് ലൈലത്തുൽ ഖദറിന്റെ ദിവസം. ആ ലൈലത്തുൽ ഖദർ, ലൈലത്ത് എന്ന രാത്രി എന്നാണ്, ഖദറിന്റെ നിർണയത്തിന്റെ രാത്രിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ദിവസങ്ങളിൽ 4 ദിവസങ്ങൾ 21, 25, 24, 28 എന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ 4 ദിവസം, 2 ഒറ്റരാവും 2 ഇരട്ടരാവും. ഏറ്റവും ശ്രേഷ്ഠമായ 10 രാത്രികളിൽ 4 എണ്ണം ഈ ആളുകൾക്ക് ലക്ഷണം കെട്ട ദിവസം. യുദ്ധം നിഷിദ്ധമാക്കിയ പവിത്ര മാസങ്ങൾ എന്നറിയപ്പെടുന്ന 4 മാസമുണ്ട്. ആ മാസങ്ങളും ഈ ലക്ഷണക്കേടിൽ നിന്ന് ഒഴിവല്ല. അതിലുമുണ്ട് ഈ എണ്ണിയ ദിവസങ്ങൾ. കാരണം എല്ലാ മാസത്തിലും വരുന്ന ദിവസങ്ങളാണ് ആ എണ്ണിയത്, പ്രത്യേകമായി എണ്ണിയത്. അതിൽ പവിത്ര മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് മുഹറം മാസം. മുഹറത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ പകല് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു വർഷത്തിലെ പകൽ സമയം ഏത് എന്ന് നോക്കിയാൽ അത് ഖുർആനിന്റെയും ഹദീസിന്റെയും പൂർവികരായ സഹാബത്തിന്റെയും ഒക്കെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി കാണാം. ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളാണ് ഏറ്റവും ശ്രേഷ്ഠമായ പകലുകൾ. ആ പകലുകളിൽ 4 ദിവസങ്ങൾ ഈ ആളുകൾക്ക് ലക്ഷണം കെട്ട ദിവസമാണ്. ഇതൊക്കെ കലണ്ടറിൽ അടയാളപ്പെടുത്തിയതാണ്, പുസ്തകത്തിൽ എഴുതി വെച്ചതാണ്. ഇങ്ങനെ കണക്ക് കൂട്ടിയാൽ 100 ചില്ലാനും ദിവസങ്ങൾ ഒരു വർഷത്തിൽ ലക്ഷണം കെട്ട ദിവസങ്ങളായി എഴുതുകയും എണ്ണുകയും ആളുകളെ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ വയലു പറയുകയും ചെയ്യുന്നു എന്നതാണ് രസകരം. അപ്പൊ നോക്കൂ, ഇത് മതത്തിൽപ്പെട്ടതാണോ? അല്ല. അള്ളാഹു റസൂലോ ഇങ്ങനെ ഏതെങ്കിലും ഒരു മാസത്തിന് ഷർറുണ്ടെന്ന്, നഹ്സുണ്ടെന്ന്, തശാഉം അവലക്ഷണമുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇല്ല എന്ന് മാത്രമല്ല, അതിന് എതിരായ കാര്യമാണ് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്നത്. ഇപ്പറഞ്ഞതിനെതിരെ വിശ്വസിക്കലാണ് തൗഹീദ്. ഇങ്ങനെ ലക്ഷണക്കേടുണ്ട്, നഹ്സുണ്ട് എന്ന് വിശ്വസിക്കുന്നത് തൗഹീദിന് വിരുദ്ധമാണ്. കാരണം എന്താ? 2 തരത്തിൽ ഇത് തൗഹീദിന് എതിരായി മാറുന്നു. ഒന്ന്, ഇത്തരം ആളുകൾ അള്ളാഹുവിന് നൽകേണ്ടുന്ന തവക്കുൽ എന്ന് പറയുന്നത് തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. ആ തൗഹീദിന്റെ വശം അവർ അള്ളാഹുവിന് നൽകുന്നതിന് പകരം അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് തവക്കുൽ പരമേൽപ്പിക്കുന്നു. ഈ വസ്തുക്കൾ അവയെ തൃപ്തിപ്പെടുത്തണം, അവയെ പേടിക്കണം, അവയിലാണ് അവലംബിക്കേണ്ടത്. കാലത്തെ, സമയത്തെ, ദിവസത്തെ, വസ്തുക്കളെ, ചില ജീവികളെ, ചില പക്ഷികളെ, ഇതിനെയൊക്കെ അവലംബിച്ച് പ്രവർത്തിക്കുക എന്നുള്ളത് അള്ളാഹുവിൽ അർപ്പിക്കേണ്ടുന്ന തവക്കുലിന് വിരുദ്ധമായ കാര്യമായി തീരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇസ്ലാം പഠിപ്പിക്കുന്ന തൗഹീദിന്റെ സമാധാനവും ശാന്തിയും അവർക്ക് ലഭിക്കുകയില്ല. കാരണം എന്താ? അവയിലാണ് ഖൈറും ഷർറും എന്നവർ വിശ്വസിക്കുന്നു. അള്ളാഹുവിലാണ് ഖൈറും ഷർറും എന്നല്ല വിശ്വാസം. അപ്പൊ ഈമാൻ കാര്യത്തിന്റെ 6ാമത്തെ ഭാഗമായ വിശ്വാസ വിഷയത്തിൽ തകരാറ് സംഭവിച്ചിരിക്കുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ആളുകൾക്ക് സ്വസ്ഥതയുണ്ടാവുകയില്ല, സമാധാനമുണ്ടാവുകയില്ല. അപ്പോ ഇത്തരം വശങ്ങളിലൂടെ പരിശോധിക്കുമ്പോൾ ഇതൊക്കെ തൗഹീദിന് വിരുദ്ധമായ കാര്യമാണ്. ഇങ്ങനെ നഹ്സ് കണക്കാക്കുക, ലക്ഷണക്കേട് കാണുക എന്ന് പറയുന്നത്. ഇത് കേരളത്തിലെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ തുടങ്ങിയതോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിലെ മക്കയിലെ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നതോ മാത്രമായ ഒരു വിശ്വാസമല്ല. നബിയുടെ മുമ്പേ പൂർവ്വകാല സമുദായങ്ങളിൽ ഇത്തരം ഒരു ലക്ഷണക്കേട് കണക്കാക്കുക എന്ന വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഖുർആൻ തന്നെ 3 സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ആ പ്രവാചകനോട് അക്കാലഘട്ടത്തിലെ ആളുകൾ പറഞ്ഞതായി നമുക്ക് കാണാം, ഇത്വയ്യർനാ ബിക വബിമൻ മഅക, നിന്നെ കൊണ്ടും നിന്റെ കൂടെയുള്ള വിശ്വസിച്ച ആളുകളെ കൊണ്ടും ഞങ്ങൾ ലക്ഷണക്കേട് കണ്ടിരിക്കുന്നു. ത്വായിർ എന്ന് പറഞ്ഞാൽ പക്ഷിയാണ്. ത്വയറ എന്ന് പറഞ്ഞാൽ പക്ഷിയെ പറക്കുക അല്ലെങ്കിൽ പറപ്പിക്കുക എന്നാണ് വാക്കിനർത്ഥം. പണ്ട് കാലത്ത് ആളുകൾ ചെയ്തിരുന്നത് പക്ഷികളെ പറപ്പിക്കുക. ഒരു കാര്യം ചെയ്യണമോ ചെയ്യാതിരിക്കണമോ, ഹൈറാണോ ഷർറാണോ, പക്ഷി വലത്തോട്ട് പറഞ്ഞാൽ ഹൈറാൻ, യാത്ര പോകാൻ, കച്ചവടം നടത്താൻ, കല്യാണം നടത്താം. പക്ഷി ഇടത്തോട്ട് പറഞ്ഞാൽ ലക്ഷണക്കേടാണ്. അപ്പൊ പക്ഷിയെ പറപ്പിച്ച് പക്ഷി
എങ്ങോട്ട് പറക്കുന്നു, ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന് നോക്കി ലക്ഷണവും ലക്ഷണക്കേടും കണക്കാക്കുക എന്ന രീതി പണ്ടേ ഉണ്ട്. അതിൽ നിന്നാണ് അറബിയിൽ ഈ വാക്കുപോലും ഉണ്ടായത്. ഞങ്ങളിതാ പക്ഷി ലക്ഷണം നോക്കിയിരിക്കുന്നതാണ്. എന്നാൽ പിൽക്കാലത്ത് അതിനേക്കാൾ ആമായ പൊതുവായ അർത്ഥത്തിൽ അത് ഉപയോഗിക്കപ്പെട്ടു. അപ്പൊ അറബിയിൽ പറയുന്ന ഹദീസിൽ വന്നിട്ടുള്ള തിയറത്ത് ശിർക്കാണ് എന്ന് പറഞ്ഞത് പക്ഷിയെ പറപ്പിക്കൽ മാത്രമല്ല, അത് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. കാണപ്പെടുന്ന വല്ല വസ്തുവിനെ കൊണ്ടും ലക്ഷണമോ ലക്ഷണക്കേടോ കാണുക. കാണപ്പെടുന്ന വസ്തു നൽകുമ്പോ പൂച്ചയെ കണ്ടാൽ പൂച്ച ചാടിയാൽ ലക്ഷണക്കേടാൻ, കറുത്ത നായയെ കണ്ടാൽ ലക്ഷണക്കേടാൻ, താൻ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ കണ്ടാൽ അല്ലെങ്കിൽ താൻ മഹാനാണെന്ന് മനസ്സിലാക്കുന്ന ഒരു ആളെ കണ്ടാൽ ഇന്ന് ഖൈറിന്റെ ദിവസമാണ്, ഇന്ന ആള് സാധനം വാങ്ങി കൈനീട്ടം തന്നാൽ അത് ഖൈറിന്റെ ദിവസമാണ്. അപ്പൊ അവിടെ കാണപ്പെടുന്ന മർഈയായ ചില വസ്തുക്കളെ കൊണ്ട് ലക്ഷണവും ലക്ഷണക്കേടും കണക്കാക്കുന്നു. ചിലത് കേൾക്കുന്ന കാര്യങ്ങളാണ്. അതായത് കാക്ക മൂളിയാൽ അതിഥി വരും, കൂമൻ പുരപ്പുറത്ത് ശബ്ദിച്ചാൽ മരണം വരും, അതുപോലെ തന്നെ ഇന്ന ജീവിയുടെ ശബ്ദമുണ്ടായാൽ ആ ശബ്ദം ലക്ഷണക്കേടാണ്. അപ്പൊ അവിടെ കാണുന്ന ഒരു വസ്തുവിനെയല്ല, കേൾക്കുന്ന ഒരു വസ്തുവിനെ മനസ്സിലാക്കി അത് മുഖേന ലക്ഷണക്കേട് കണക്കാക്കുക. മറ്റൊന്ന് സമയങ്ങളിലും കാലങ്ങളിലും ലക്ഷണക്കേട് കണക്കാക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ദിവസങ്ങൾക്ക് ഖൈറും ഷർറും കണക്കാക്കി അതിന്റെ പേരിൽ പോകുകയോ പോകാതിരിക്കുകയോ ചെയ്യുക. അതുപോലെ മാസങ്ങൾ, സഫർ മാസത്തെ പോലെ മാസം മുഴുവൻ തന്നെ. സഫർ മാസത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സഫർ മാസത്തിൽ നിക്കാഹ് നടത്താൻ പറ്റൂല. നിക്കാഹ് നടത്തിയാൽ ലക്ഷണക്കേടാണ്. പ്രത്യേകിച്ച് സഫർ 10 കഴിയുന്നത് വരെ നിക്കാഹ് വേണ്ട എന്നാണ്. കച്ചവടം നടത്തണം, ഭൂമി വാങ്ങണം, പറമ്പ് വാങ്ങണം, വീട് വാങ്ങണം, സ്ഥലം വാങ്ങണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കട വാങ്ങണം. സഫർ മാസത്തിൽ കച്ചവടം വേണ്ട. രോഗിയെ സന്ദർശിക്കാൻ പോകേണ്ടതില്ല. ഇങ്ങനെ പല കാര്യങ്ങളും മാസം മുഴുവൻ ലക്ഷണക്കേടായി കണക്കാക്കുന്നു. മാസത്തിന് ലക്ഷണക്കേട് കണക്കാക്കും. പിന്നെ കാലങ്ങൾക്ക് ഇന്ന കാലം അല്ലെങ്കിൽ ഇന്ന സമയം. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ 3-4 തരത്തിൽ ലക്ഷണക്കേട് കാണുകയും അവലക്ഷണമായി കാണുകയും ചെയ്യുക എന്ന രീതി പണ്ട് കാലത്തേ ഉണ്ട്, ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷിയെ പറപ്പിച്ചാണെങ്കിലും അല്ലെങ്കിലും ശരി, ഇപ്പറഞ്ഞ രീതിയിൽ വസ്തുവിനെയോ ജീവിയെയോ കാലത്തെയോ സമയത്തെയോ ശബ്ദത്തെയോ ആധാരമാക്കിയാണ് ഈ കാര്യങ്ങൾ ഒരാൾ വിശ്വസിക്കുന്നതെങ്കിൽ അതൊക്കെ ഇസ്ലാം വിലക്കിയിട്ടുള്ള ശിർക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള തെറ്റായ തൗഹീദിന് വിരുദ്ധമായ പ്രവർത്തനത്തിൽപ്പെട്ടതാകുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതേപോലെ സൂറത്ത് യാസീനിൽ നമുക്ക് കാണാം, ഒരു ഗ്രാമത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധ ഘട്ടങ്ങളിൽ വ്യത്യസ്തരായ മുർസൽ റസൂലുമാരെ അയച്ചു. ഒരാളെയും 2 ആളെയും 2-ൽ കൂടുതൽ ആളുകളെയും ഒക്കെ പല തവണയായി ഒരു ഗ്രാമത്തിലേക്ക് അള്ളാഹു അയക്കുകയുണ്ടായി. ഈ അയക്കപ്പെട്ട ദൂതന്മാരോട് ആ നാട്ടിലുള്ള തൗഹീദ് അംഗീകരിക്കാത്ത ശിർക്ക് ചെയ്യുന്ന ആളുകൾ പറഞ്ഞ മറുപടി ഖാലു ഇന്നാ തത്തയ്യർനാ ബിക്കും ലഇല്ലം തൻതഹു ലനർജുമന്നകും വലയമസന്നകും മിന്ന അദാബുൻ അലീം. യാസീൻ 18-ാമത്തെ ആയത്ത്. ആ നാട്ടുകാർ പ്രവാചകന്മാരോട് പറഞ്ഞു, പ്രവാചകന്മാരെന്ന് പറയുന്ന ആളുകളെ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ലക്ഷണക്കേട് കാണുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ നാട്ടിൽ ആപത്തുണ്ടാകുന്നത് നിങ്ങളെപ്പോലെ ലക്ഷണം കെട്ട ആളുകൾ നാട്ടിലിറങ്ങിയത് കൊണ്ടാണ്. നിങ്ങൾ അള്ളാഹുവിലേക്ക് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ക്ഷണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ ആപത്തുണ്ടായത്. അതുകൊണ്ട് നിങ്ങളാണ് ഞങ്ങളുടെ ലക്ഷണക്കേട് നഹ്സ്. അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ അവർ ലക്ഷണക്കേടായി കണ്ടു. ഈ ഏർപ്പാട് നിങ്ങൾ നിർത്തുന്നില്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എറിഞ്ഞാട്ടും, അല്ലെങ്കിൽ ഞങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കഠിനമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും എന്ന്, ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞ പ്രവാചകന്മാരെ അവർ ഭീഷണിപ്പെടുത്തി. പിന്നെയോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, ഫിർഔന്റെ അടുക്കൽ ചെന്നു. മൂസാ നബിയുടെ അരിയിൽ കുറച്ചാളുകൾ ബനി ഇസ്രായേലിന് വിശ്വസിച്ചു. ഈ സമയത്ത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളെയും കുറിച്ച് അന്നാട്ടിലുണ്ടായിരുന്ന ഫിർഔനും ഫിർഔനിന്റെ അനുയായികളായ കാഫിരീങ്ങളും അവരിൽ ലക്ഷണക്കേട് കണ്ടു. ആര്? മൂസാ നബിയിലും മൂസാ നബിയിൽ വിശ്വസിച്ച ആളുകളും. മുമ്പുള്ള ആളുകൾ സാലിഹ് നബിയുടെയും സൂറത്ത് യാസീനിൽ പറഞ്ഞ ഗ്രാമത്തിലേക്ക് അയക്കപ്പെട്ട ആളുകളും ചെയ്തതുപോലെ തന്നെ ഫൈദാ ജാഅതുഹുമുൽ ഹസനതു ഖാലു ലനാ ഹാദിഹി. ഫിർഔന്റെ ആളുകൾക്ക് വല്ല നന്മയും കിട്ടിയാൽ അവർ പറയും ലനാ ഹാദിഹി, ഈ നന്മ ഞങ്ങൾക്കുള്ളതാകുന്നു. വൈൻ തുസിബുഹും സയ്യിഅത്തുൻ, വല്ല സയ്യിഅത്ത് തിന്മയും അവരെ ബാധിച്ചാൽ അവർ പറയും യത്തയ്യറു ബി മൂസാ വമൻ മഅഹു. ഇത് മൂസയുടെയും മൂസയോടൊപ്പമുള്ള അലൈഹിസ്സലാം ഈ ആളുകളെ കൊണ്ടുള്ള ലക്ഷണക്കേടാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പൊ എന്താ? നന്മ കിട്ടിയാൽ അത് ഞങ്ങളുടേതാണ്, വല്ല ആപത്തുമുണ്ടായാൽ ഇത് മൂസനെ കൊണ്ട് കിട്ടിയതാണ്, മൂസന്റെ ആളുകളെ കൊണ്ട് കിട്ടിയതാണ്, ഈ മൂസ ലക്ഷണക്കേടാണ് എന്ന് പറയും. അപ്പോ എന്താ അതിന്റെ അർത്ഥം? പണ്ട് മുതൽക്കേ ലക്ഷണക്കേട്, അവലക്ഷണം, നഹ്സിൽ വിശ്വസിക്കുക എന്ന പ്രവൃത്തി ആരുടേതാ? അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റേതല്ല, അഹ്ലുശ് ശിർക്കി വൽ ഖുറാഫാത്തി വൽ ബിദ്അ ഈ ആളുകളുടേതാണ്. അതുകൊണ്ടാണ് ഖുർആൻ ഈ കാര്യം എടുത്തു പറയുകയും അവരെ അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒരിക്കലും സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾക്കോ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആളുകൾക്കോ ഈമാൻ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നു എന്ന് പറയുന്ന ആളുകൾക്കോ ഇത്തരത്തിലുള്ള വിശ്വാസം ഉണ്ടാകാൻ പാടില്ല. കാരണം അത് തൗഹീദിനെതിരാണ്. ഇനി ജാഹിലിയത്തിലേത് പോകട്ടെ, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇക്കാലഘട്ടത്തിൽ സഫർ
സഫറിൽ പ്രത്യേകിച്ചും അതല്ലാത്ത കാലങ്ങളിലും മുസ്ലിങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശദീകരിക്കേണ്ട കാര്യമില്ല. പല ബിദ്അത്തിന് ഒരു ഏകീകൃത രൂപം ഉണ്ടാവില്ല. കാരണം അത് അള്ളാഹു റസൂലിനെ പഠിപ്പിച്ചതല്ല. ഇസ്ലാമിന്റെ പ്രമാണത്തിലുള്ളത് ഒരു ഏകീകരണ രൂപം ഉണ്ടാവും. കാരണം അത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. സുന്നത്ത് എല്ലാ നാട്ടിലും ഒരുപോലെ. എന്നാൽ ബിദ്അത്ത് ഓരോ നാട്ടിലും വ്യത്യസ്തമായിരിക്കും. കാരണം അത് അള്ളാഹു റസൂൽ പഠിപ്പിച്ചതല്ല, ആൾക്കാരുണ്ടാക്കണതാണ്. അപ്പൊ നാടിനൊപ്പിച്ച് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ വീക്ഷണത്തിനനുസരിച്ച് ബിദ്അത്തുകൾക്ക് വ്യത്യസ്ത രൂപമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് പല നാട്ടിലും പലയിടത്തും പല ആളുകൾക്കിടയിലും വ്യത്യസ്ത രൂപങ്ങൾ ഉണ്ടാവും. ഈ സഫർ മാസത്തിന്റെ ചില ദിവസങ്ങളിൽ രോഗികളെ സന്ദർശിക്കാൻ പാടില്ല. രോഗികളെ സന്ദർശിക്കുക എന്നുള്ള ഇസ്ലാം പുണ്യമായി പഠിപ്പിച്ച വിഷയമാണ്. പക്ഷേ സഫർ മാസത്തിലെ ചില ദിവസങ്ങളിൽ ഇത് പാടില്ല. കാരണം അത് ലക്ഷണക്കേടാണ് എന്ന് ചിലർ കൂട്ടർ വിശ്വസിക്കുന്നു. വേറെ ചില ആളുകൾ നേരത്തെ പറഞ്ഞതുപോലെ കല്യാണമോ നിശ്ചയമോ നിക്കാഹോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പാടില്ല. കച്ചവടം ചെയ്യാൻ പാടില്ല. ഹൈറായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? മാസം മുഴുവൻ ലക്ഷണക്കേടാൻ. വേറെ ചില ആളുകൾ ഈ നേരത്തെ പറഞ്ഞ ഒടുക്കത്തെ ബുധൻ, ആ ഒടുക്കത്തെ ബുധനാഴ്ച മഗ്രിബ് ഇശാനിടയിൽ പള്ളിയിൽ ഒരുമിച്ച് കൂടുകയും ചില പ്രദേശങ്ങളിലെ ആളുകൾ പിന്നെ സലാമിന്റെ ആയത്തുകൾ എന്ന് പറയുന്ന സലാമുൻ തുടങ്ങിക്കൊണ്ട് പ്രവാചകന്മാരുടെയും അതുപോലെ തന്നെ സ്വർഗവാസികളുടെയും ഒക്കെ മേൽ സലാമുണ്ടെന്ന് പറയുന്ന ഈ 7 ആയത്തുകൾ അതിന് പേപ്പറിൽ എഴുതുക, എന്നിട്ട് വെള്ളത്തിലിടുക, ഒരു പാത്രത്തിലിട്ട് വെള്ളത്തിൽ മുക്കി ആ വെള്ളം കുടിക്കുക. പിന്നെ ഈ വെള്ളത്തിലിട്ട സാധനവുമായി വീട്ടിലേക്ക് പോവുക, എന്നിട്ട് അത് വീട്ടിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആപത്ത്, ആ ഒടുക്കത്തെ ദിവസത്തെയും അതുപോലെ തന്നെ ആ മാസത്തിലുമുള്ള മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇങ്ങനെ ആയത്തുകൾ എഴുതി വെള്ളത്തിലിട്ട് കടലാസ് പുതിർത്തി കുടിക്കുന്ന ഏർപ്പാട് ഇതും പല ആളുകളിലും കാണപ്പെടുന്നു. നാലാമത്തേത്, ഈ ഒടുക്കത്തെ ബുധനിൽ ഇത് ചില്ലറ കാര്യമല്ല. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയും കാണാം ലജ്നാ ദായിമന്റെ ഫത്വയിൽ. അപ്പൊ എന്താ? അറബ് നാടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാവും. എന്താണ്? ആ ദിവസങ്ങളിൽ ആപത്ത് വരാതിരിക്കാൻ, പ്രത്യേകിച്ച് സഫർ മാസത്തെ ഒടുക്കത്തെ ബുധനിൽ ആപത്ത് വരാതിരിക്കാൻ 320,000 ആപത്തുകൾ ഒരു കൊല്ലത്തിൽ ഇറങ്ങുന്നുണ്ട്. ആ 320,000 ആപത്തുകളും ഇറങ്ങുന്നത് സഫർ മാസത്തിലാകുന്നു, പ്രത്യേകിച്ച് സഫർ മാസത്തെ ഒടുക്കത്തെ ബുധനിൽ. അപ്പൊ ഈ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചില ആളുകൾ ചില നമസ്കാരം നടത്തുന്നു. 4 റക്അത്ത് നമസ്കാരം. 4 റക്അത്ത് കഴിഞ്ഞാൽ സലാം വീട്ടുന്നു. ആ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ കൗസർ, ഇന്നാഅതൈനാക്കൽ കൗസർ 17 തവണ, അത് കഴിഞ്ഞിട്ട് സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് 50 തവണ, സൂറത്തുൽ ഫലഖുൻ നാസും ഓരോ തവണ, ഇങ്ങനെയൊക്കെ ഓതിയിട്ട് 4 റക്അത്ത് സലാം വീട്ടും. സലാം വീട്ടി കഴിഞ്ഞിട്ട് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ എന്ന ആയത്ത് ഓതുന്നു. എന്തെങ്കിലുമൊക്കെ സദഖ കൊടുക്കുന്നു. ഈ ആയത്ത് ശരിയാണ് വരെ സംബന്ധിച്ചിടത്തോളം. വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി, അള്ളാഹു അവന്റെ കാര്യത്തെ ജയിക്കുന്നവരാണ്, നേടുന്നവരാണ്. അള്ളാഹു തീരുമാനിച്ച കാര്യം ഭൂമിയിൽ നടക്കും. അതല്ലാതെ കൂമൻ മൂളുന്നതോ കാക്ക ശബ്ദിക്കുന്നതോ അല്ലെങ്കിൽ പൂച്ച ചാടുന്നതോ പട്ടി ചാടുന്നതോ അല്ലെങ്കിൽ ഇന്ന സമയത്തിനോ ചൊവ്വാദോഷമോ 13-ാം നമ്പറിന് 13 ചേർക്കാതെ 12A എന്ന് ചേർക്കുന്നതോ ഇതൊന്നും കാര്യം നേടുന്ന കാര്യങ്ങളല്ല. അള്ളാഹുവിന്റെ കാര്യം നടപ്പിൽ വരും. അപ്പൊ എന്താ? ഈ ഓതനായത്ത് ഈ ചെയ്യുന്ന ആളുകളുടെ വിശ്വാസത്തിനെതിരാണ്. കാര്യം നേടിക്കൊടുക്കുന്നത് ഇവയൊന്നുമല്ല, കാര്യത്തെ തടുക്കുന്നതും ഇവയൊന്നുമല്ല. മറിച്ച് വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. പക്ഷേ മനുഷ്യരിൽ അധികവർക്കും ഇതൊന്നും അറിയില്ല. ഇത് ഓതുന്ന ആളുകൾക്കും ഇതറിയില്ല എന്നർത്ഥം. ഓതുകയും ചെയ്യുകയും ചെയ്യുന്നവർക്കും ഇതിന്റെ അർത്ഥം അറിഞ്ഞുകൂടാ. അർത്ഥമറിയാതെ ഓതുന്നു, ആ പറഞ്ഞ ആയത്തിനെതിരായി പ്രവർത്തിക്കുന്നു. അങ്ങനെ പ്രത്യേകമായ നമസ്കാരങ്ങൾ നടത്തുന്ന ആളുകൾ ഇതൊക്കെ എന്തിനാണ്? ഈ പറഞ്ഞ 320,000 ഇറങ്ങുന്ന മുസീബത്തുകൾ രക്ഷപ്പെടാനാണ്. ഇങ്ങനൊരു നമസ്കാരം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ടോ? സഹാബത്ത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് ഉണ്ടെന്ന് പറയുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നരകത്തിൽ സീറ്റുറപ്പിച്ചുകൊള്ളട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കീത് ചെയ്ത, നബിയുടെ പേരിൽ കളവ് പറയുന്നവരും നമ്മൾ ഏറ്റവും അധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും പിൻപറ്റുകയും ചെയ്യേണ്ടുന്ന സഹാബത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ്. 5-ാമത്തെ കാര്യം, ഈ മാസത്തിൽ അല്ലെങ്കിൽ ഇത്തരം ലക്ഷണക്കേടിന്റെ സന്ദർഭങ്ങളിൽ ചില പ്രത്യേകമായ പ്രാർത്ഥനകൾ നടത്തുന്നു. ആ പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ ഇതുണ്ടാക്കിയത് ശിയാക്കളാന്ന് കണ്ടാൽ മനസ്സിലാവും. അല്ലാഹുമ്മ ബിസിറിൽ ഹസനി വഅഖീഹി വജദ്ദിഹി വഅബീഹി എന്നാണ്. ഹസന്റെയും ഹസന്റെ സഹോദരൻ ഹുസൈന്റെയും അവരുടെ വാപ്പയായ അലിയുടെയും അവരുടെ വല്യാപ്പയുടെയും, അതായത് നബിയുടെയും സിറുകൊണ്ട്. സിറ് എന്ന് പറഞ്ഞാൽ സാധാരണ ചില ആൾക്കാർ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയുമ്പോൾ കാണാം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്ന് പറയുന്നത്. ആ സിറായിരിക്കും ഇവിടെ എന്താ ഉദ്ദേശം അറിയില്ല. ആ സിറുകൊണ്ട്, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുർമത്ത് കൊണ്ട്, അങ്ങനെ പലതും എണ്ണി പറഞ്ഞുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്കിനി കാഫിയാകണമേ, എന്നാൽ ഞങ്ങൾക്കിനി മതിയാക്കി തരണമേ, ഷർറിനെ അകറ്റണമേ, ഞങ്ങൾക്ക് ആപത്തേൽപ്പിക്കരുതേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. മാത്രമല്ല ഹസൻ, ഹുസൈൻ, അലി, നബി ഇനി ആരായാലും ശരി അവരുടെ സിറുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ഹക്ക് കൊണ്ട് അവരുടെ ജാഹ് കൊണ്ട് അവരുടെ ബറക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഇസ്ലാം പഠിപ്പിച്ച പ്രാർത്ഥനയാണോ? രീതിയാണോ? അല്ല. അപ്പൊ വിശ്വാസപരമായും അതുപോലെ തന്നെ അനുഷ്ഠാനപരമായും 2 നിലക്കും തെറ്റുള്ള സംഗതിയാണ്. വേറെ ചില ആളുകൾ ചില പ്രത്യേകമായ അറിവുകൾ ഇതുപോലുള്ള സമയങ്ങളിൽ നടത്തുന്നു.
റജബ് 27. റജബ് 27 നമ്മുടെ നാട്ടിലെ ഈ പറയുന്ന മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഭൂരിപക്ഷ വിഭാഗത്തിൽ ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. ആ ദിവസം പ്രത്യേകമായ അറവ് നടത്തുക. അതുപോലെ തന്നെ സഫർ 6 പ്രത്യേകമായ അറവ്, ഇവിടെ മുഹറം 10 പ്രത്യേകമായ അറവ്. അപ്പോ ഇങ്ങനെയുള്ള അറവുകൾ, ഇങ്ങനെ ദിവസങ്ങൾക്ക് പ്രത്യേകത കൽപ്പിച്ച് അറവ് നടത്തുക എന്നുള്ളത് ബിദ്അത്തായ കാര്യമാണ്. ഇനി അതുകൊണ്ട് പ്രത്യേകമായ ഖൈർ ലഭിക്കും, ഷർറ് തടുക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ ഇത് അള്ളാഹു പഠിപ്പിച്ചതല്ല. വിശ്വാസപരമായും എതിരായ കാര്യമാണ്, അനുഷ്ഠാനപരമായും എതിരായ കാര്യമാണ്. ഇനി ഇതിനൊക്കെ പുറമെ ചില ഹദീസുകൾ കിട്ടിയുണ്ടാക്കും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ്? ചില പുസ്തകങ്ങൾ എഴുതി വെച്ചത് കാണാം. മൻ ബശ്ശറനി ബി ഖുറൂജി സഫർ ബശ്ശർതുഹു ബിൽ ജന്ന. സഫർ മാസം ഇതാ പുറത്തു പോകുന്നു, നാ തീരാൻ പോവുകയാണ് എന്ന് എന്നോട് ആരെങ്കിലും സന്തോഷവാർത്ത അറിയിച്ചാൽ അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ സന്തോഷവാർത്ത അറിയിച്ചിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ, ഈ ലക്ഷണം കെട്ട മാസം തീരാൻ പോകുന്നു എന്ന് പറയുന്നവന് ഞാൻ സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അങ്ങോട്ട് അറിയിക്കുന്നു. അപ്പൊ ഈ മാസത്തുനിന്ന്, ഇടങ്ങേറുള്ള മാസത്തുനിന്ന് രക്ഷപ്പെട്ടു പോവുകയാണല്ലോ എന്നതിൽ നബി സന്തോഷം പ്രകടിപ്പിച്ചു. അത് പറഞ്ഞവൻ അങ്ങോട്ടൊരു സന്തോഷം, സ്വർഗമുണ്ട് എന്ന് നബിയുടെ പേരിൽ പുസ്തകങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വാചകം ഹദീദ് പോലുമല്ല എന്ന് കാണാം. ഷെയ്ഖ് അൽബാനി അദ്ദേഹത്തിന്റെ ഹജ്ജത്തുൻ നബി എന്ന് പറയുന്ന പുസ്തകത്തിന്റെ 104-ാമത്തെ പേജിൽ ഇക്കാര്യം രേഖപ്പെടുത്തി കാണാം. ഇനി ഷെയ്ഖ് അൽബാനി പറഞ്ഞാൽ അത് വഹാബിയാണെന്ന് പറയേണ്ട. അൽ ഫതാവ അൽ ഹിന്ദിയ എന്ന് പറയുന്ന നമ്മുടെ മുഗൾ ഭരണകൂട ചക്രവർത്തിമാരിൽ ഒരാളുടെ കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട, പിന്നീട് അതിലേക്ക് ചേർക്കപ്പെട്ട പല വിഷയങ്ങളുണ്ട്. അതാണ് അൽ ഫതാവ അൽ ഹിന്ദിയ അല്ലെങ്കിൽ ആലംഗീരിയ എന്നറിയപ്പെടുന്നത്. അതിലും ഈ വിഷയം ഉദ്ധരിച്ചിട്ടുണ്ട്. മൗദൂഉൻ എന്നൊക്കെ പറഞ്ഞത് കാണാം. പിന്നെ മറ്റൊരു പ്രാർത്ഥന, ഓരോ മാസത്തിന് സംഭവിക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഇതൊന്നും നബിന്റെ ഹദീസല്ല, ആരോ ഉണ്ടാക്കിയതാണ്. ആ കൂട്ടത്തിൽ തുമ്മ യകൂനു മൗത്തുൻ ഫീ സഫർ. അങ്ങനെ പിന്നെ മുഹറം മാസം കഴിഞ്ഞാൽ പിന്നെന്താണ്, സഫർ മാസത്തിൽ പിന്നെ മരണം വരും. സഫർ മരണത്തിന്റെ മാസമാണ്. അതുകൊണ്ടാണ് കൂമം മൂളിയാൽ മരണമുണ്ടാകും. കൂമന് കാലല്ല, എപ്പം പുറപ്പുറത്ത് കൂമം മൂളിയാലും പിന്നെ ആപത്തുണ്ടാവുന്നതാണ്. എവിടെയെങ്കിലും രാത്രിയുടെ ഇരുട്ടിൽ പക്ഷികൾ അള്ളാഹുവിൻ തസ്ബീഹ് നടത്തുന്നു. അതെങ്ങനെ നമുക്കറിയില്ല, അള്ളാഹ്ക്കറിയാൻ. ഖുർആൻ തന്നെ പറഞ്ഞതാണ്, എല്ലാ പക്ഷികളും അള്ളാഹു തസ്ബീഹ് ചെയ്യുന്നു. അപ്പൊ കൂമൻ മൂളുന്നത്, ആ ശബ്ദം ഒരു പക്ഷേ അതിന്റെ വല്ല ശബ്ദ സന്ദേശവുമാകാം മറ്റ് ജീവികൾക്ക്, അല്ലെങ്കിൽ ഇണക്കിളിക്ക്, അല്ലെങ്കിൽ പിന്നെ അത് അള്ളാഹുവിനെ സ്തുതിക്കുന്നതാകാം. ഇങ്ങനെയുള്ള ശബ്ദത്തെയാണ് ലക്ഷണക്കേടായി കാണുന്നത്. ആര് പറഞ്ഞു ഇത് ലക്ഷണക്കേടാണെന്ന്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിൽ നമുക്ക് കാണുന്നു. ഇനി ഇത്തരം വിദേഹത്തുകളെ എതിർക്കുക എന്ന പേരിൽ വേറെ ചില ആളുകൾ, വിദേഹത്തിനെ എതിർക്കുന്ന ആളുകളിലും ഈ വിഷയത്തിൽ ചില എതിർപ്പ് പണ്ഡിതന്മാർ സൂചിപ്പിച്ചത് കാണാം. അപ്പൊ സഫർ എന്ന് പറഞ്ഞാൽ ലക്ഷണക്കേടിന്റെ മാസമാണ്. അപ്പൊ സഫർ മാസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതിയാൽ അവിടെ എഴുതുന്ന കൂട്ടത്തിൽ ഒരു വാചകം ചില ആളുകൾ എഴുതി ചേർക്കുന്നു. അതെന്താ, ഷഹ്റു ഖൈരിൻ എന്ന്, ഖൈറിന്റെ മാസമായ സഫർ മാസത്തിൽ എന്ന് അതിന്റെ തീയതിയൊക്കെ എഴുതുമ്പോ അവസാനത്തിൽ എഴുതി കൂട്ടുക. അപ്പൊ അങ്ങനെ എഴുതുന്നതോ ഖൈറിന്റെ മാസമാണ് ഷഹ്ർ എന്ന് പറയാം. സഫർ മാസം ഷർറാണെന്ന് പറയുന്നത് പോലെ തന്നെയാണ് സഫർ ഖൈറിന്റെ മാസം എന്ന് പറയുന്നത്. ഒരു മാസത്തിനും അള്ളാഹു അങ്ങനെ പ്രത്യേകമായ സവിശേഷത കൽപ്പിച്ചിട്ടുണ്ട്. ഖൈറും ഷർറും വരുത്തുന്ന ദിവസമോ മാസമോ അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല. ഒരു സമയവും ഒരു കാലവും ഒരു ദിവസവും ഒരു മണിക്കൂറും ഒരു വസ്തുവും അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത ആ വസ്തുക്കൾ അതിന് കാരണമല്ല, അഥവാ സ്വന്തമായി അങ്ങനെ ഒരു ഉപദ്രവവും വരുത്തുകയുമില്ല. അതുകൊണ്ട് തന്നെ സഫർ ഷർറിന്റെ മാസമാണെന്ന് പറയുന്നത് പോലെ തന്നെ അല്ല, ഖൈറിന്റെ മാസമാണ് എന്ന് അതിനെ എതിർക്കാൻ വേണ്ടി പറഞ്ഞാൽ അതും വിദഅത്താണ്. ഷെയ്ഖ് ഉസൈമിനെ പോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയാണ്. ഇത് കിതാബു തൗഹീദിന്റെ ഗ്രന്ഥങ്ങളിൽ വരെ. വലാ സഫറ, ഒരു ഹദീസിലെ വാചകമുണ്ട്, വലാ സഫറ. സഫർ ഇല്ല എന്ന് പറഞ്ഞാൽ സഫർ മാസമല്ല എന്നാണ്. സഫർ മാസം പണ്ടേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ സഫർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സഫറിന് ഇപ്പറഞ്ഞ ഉപദ്രവം വരുത്തുന്ന മാസമാണ്, ഷർറിന്റെ നഹ്സിന്റെ മാസമാണ് എന്ന് പറയുന്ന വിഷയമില്ല. മാസങ്ങളെപ്പോലെ ഒരു മാസമാണ് സഫർ. ഒരു മാസവും ഭൂമിയിൽ ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കുകയില്ല, അത് ഷർറുണ്ടാക്കുകയില്ല. അതുപോലെ തന്നെ അത് ഖൈറുള്ളതാണ് എന്നും പറയേണ്ടതില്ല. ഷെയ്ഖ് ഉസൈമീൻ പറയാൻ, ഈ പറയുന്നത് ബിദ്അത്തിനെ ബിദ്അത്ത് കൊണ്ടും ജഹ്ലിനെ ജഹ്ല് കൊണ്ടും നേരിടുക എന്ന രീതിയാണ്. ഇത് ജഹ്ല് ഷർറിന്റെ മാസമാണെന്ന് പറയുമ്പോൾ ഖൈറിന്റെ മാസമാണെന്ന് പറയാം. ഫഹുവ ലൈസ ഷഹ്റ ഖൈരിൻ വലാ ഷഹ്റ ശർരിൻ. ഒരു മാസവും ഖൈറിന്റെ മാസമോ ഷർറിന്റെ മാസമോ അല്ല. അതുകൊണ്ട് തന്നെ ചില ആളുകൾ കൂമന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഖൈറൻ ഇൻഷാ അല്ലാഹ്, അപ്പൊ കൂമന്റെ ശബ്ദം കേട്ടാൽ അത് ലക്ഷണക്കേടാണ് എന്ന് പറയുന്ന ആളുകളെ എതിർക്കാൻ, അല്ല എനിക്ക് അങ്ങനെ വിശ്വാസമല്ല എന്ന് പറയാൻ ഒരുത്തം പറയാണ്. കൂമന്റെ ശബ്ദം കേൾക്കുമ്പോ ഖൈറൻ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഖൈറാൻ ഉണ്ടാവുക എന്ന് പറയുന്നതും ബിദ്അത്താണ്. കാരണം എന്താ, അങ്ങനെ പറയാൻ നബി പഠിപ്പിച്ചിട്ടില്ല. കാരണം അത് ഖൈറിന്റെയും ഷർറിന്റെയും ആളല്ല. ചുരുക്കി പറഞ്ഞാൽ കാലങ്ങൾ എന്ന് പറയുന്നത്, സമയങ്ങൾ എന്ന് പറയുന്നത്, മാസങ്ങൾ, വസ്തുക്കൾ, ജീവികൾ, ശബ്ദങ്ങൾ, ഇതൊന്നും
ഒന്നും തന്നെ ലാ ദഖ്ല ലഹാ ഫി തഅ്തീരി വലാ ഫി തഖ്ദീരില്ല. അള്ളാഹു നിർണയിച്ച വസ്തുക്കളിലോ ഈ ഭൂമിയിൽ സ്വാധീനം ചെലുത്തുന്നതിലോ ഇവക്കൊന്നും യാതൊരു പങ്കും ഇല്ല തന്നെ. ഇവക്കൊന്നും ഒരു സ്വാധീനവും ചെലുത്താൻ സാധിക്കുകയില്ല. എന്നാലോ ഇപ്പറഞ്ഞ വിശ്വാസക്കാരുടെ അവസ്ഥ എന്താ? ഇവക്കൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതാണ്. അപ്പൊ അങ്ങനെ ഒരു സ്വാധീനമല്ല. അങ്ങനെ വിശ്വസിച്ചാൽ എന്താ? ഇപ്പൊ കൂമൻ മൂളിയാൽ മരണം വരും എന്നോ, സഫർ മാസത്തിൽ നിക്കാഹ് നടത്തിയാൽ ആപത്തുണ്ടാകുമെന്നോ, കച്ചവടം നടത്തിയാൽ നഷ്ടം സംഭവിക്കുമെന്നോ ഒരുത്തൻ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തിനെക്കുറിച്ചാണ് വിശ്വസിക്കുന്നത്? ആ വസ്തു ഉപദ്രവം വരുത്താൻ അല്ലെങ്കിൽ ഉപകാരമുണ്ടാകാനുള്ള കാരണമാണ് എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പോ അള്ളാഹു കാരണമാക്കാത്ത ഒരു സംഗതിയെ കാരണമായി കാണുന്നു, ഉപകാരത്തിനുള്ള കാരണമായി കാണുന്നു, അല്ലെങ്കിൽ ഉപദ്രവത്തിനുള്ള കാരണമായി കാണുന്നു. അങ്ങനെ അള്ളാഹു കാരണമാക്കാത്ത ഒന്നിനെ കാരണമായി കാണുക എന്ന് പറയുന്നത് ചെറിയ ശിർക്കാണ്. ചെറിയ ശിർക്കായാലും വലിയ ശിർക്കായാലും അള്ളാഹു പൊറുക്കുകയില്ല. ഒന്ന്, അപ്പൊ അത് ചെറിയ ശിർക്കല്ലേ, എന്നാ കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കണ്ട. കാരണം എന്താ? ചെറിയ ശിർക്കും പൊറുക്കൂല അള്ളാഹു. ശിർക്ക് അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അവൻ പൊറുക്കുകയില്ല എന്ന് പറഞ്ഞാൽ അവിടെ വലിയ ശിർക്കും ചെറിയ ശിർക്കും എല്ലാം പെടും. ആമായ പ്രയോഗമാണ് എന്നതാണ് അതിൽ ഏറ്റവും ശരിയായ വീക്ഷണം. പിന്നെ മറ്റു ചില ആളുകളുടെ വിശ്വാസം ഇത്തരം വസ്തുക്കൾ ആപത്ത് വരുത്തും, അവക്കതിന് സാധിക്കും എന്ന് വിശ്വസിക്കുകയാണെങ്കിലോ അത് വലിയ ശിർക്കായി. ഓൻ ഇസ്ലാം തന്നെ പുറത്തുപോയി. ഇപ്പൊ കൂമന് ആപത്തുണ്ടാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ഇന്ന സമയത്തിന് ഖൈർ ഉണ്ടാക്കാൻ സാധിക്കും, അതിനങ്ങനെ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് അള്ളാഹുവിനെ പോലെ മറ്റൊരു ശക്തിയാണ് എന്ന് വിശ്വസിക്കലാണ്. അത് അള്ളാഹുവിൽ നേർക്കുനേരെ പങ്കു ചേർക്കലാണ് വലിയ ശിർക്കാണ്, മുശ്രിക്കായി പോകും. ഇപ്പോ ഞാറ്റുവേല സാധാരണ നമ്മൾ മലയാളികൾ പറയും, പിന്നെ തിരുവാതിര ഞാറ്റുവേലയിൽ മഴ പെയ്യുന്നു. അങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ല. ജൂൺ മാസത്തിൽ മഴ പെയ്യുന്നു, ജൂലൈ മാസത്തിൽ മഴ പെയ്യുന്നു, ആ പറഞ്ഞതിന് കുഴപ്പമില്ല. കാരണം മഴ പെയ്യുന്ന ഒരു കാലമാണ്. എന്നാൽ ഞാറ്റുവേലയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. തിരുവാതിര ഞാറ്റുവേല മഴ പെയ്യിപ്പിക്കുന്നു. ഇത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിങ്ങളല്ലാത്ത ആളുകളിൽ വ്യാപകമായി ഉണ്ടാകുന്ന വിശ്വാസമാണ്. അപ്പൊ ഞാറ്റുവേലയാണ് മഴ പെയ്യിപ്പിക്കുന്നത് എന്ന് വിശ്വസിച്ചാൽ മഴ പെയ്യിപ്പിക്കുന്നവൻ അള്ളാഹു അല്ല, ഞാറ്റുവേലയാണ്. അപ്പൊ എന്താ? ഖൈറും ഷർറും അള്ളാഹു അല്ലാത്ത ഒരാളിലേക്ക് ചേർത്തു, ഇസ്ലാം തന്നെ പുറത്തു. കാരണം അത് കുഫ്റാണ്, ശിർക്കുമാണ്. അപ്പൊ അത്തരത്തിലുള്ള വിശ്വാസമാണ് കാലത്തെയോ സമയത്തെയോ കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കുറിച്ച് ഒരാൾക്കുള്ളതെങ്കിൽ അത് പുറത്തു പോകുന്ന വിഷയം. അപ്പൊ അത് ശിർക്കാകുന്നതും കുഫ്റാകുന്നതുമുണ്ട്, ചെറിയ ശിർക്കാകുന്നതുമുണ്ട്. രണ്ടായാലും മുസ്ലിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ലാത്ത വിഷയമാണ് എന്ന കാര്യം നാം വളരെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന്, ശിർക്കായി തീരുന്ന കാര്യങ്ങളിൽ നിന്ന് ശരിയായ വിശ്വാസം പുലർത്തി മനസ്സിലാക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും അള്ളാഹുവിൽ തവക്കുലാക്കുകയും ചെയ്യുന്ന നിർഭയരായ തൗഹീദിന്റെ ആളുകളിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലദീ ബല്ലഗ റിസാലത വഅദ്ദൽ അമാന. ആളുകളുടെ നേരത്തെ സൂചിപ്പിച്ചതനുസരിച്ചുള്ള വിശ്വാസം എന്ന് പറയുന്നത് തെറ്റായ വിശ്വാസങ്ങളാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല, പ്രത്യേകിച്ച് സഫറിനെ കുറിച്ച്. എന്നാൽ സഫർ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിന്റെയും ഒക്കെ ചരിത്രം പരിശോധിച്ചാൽ അവർക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ മാസത്തെ അവർ മാറ്റി നിർത്തിയിരുന്നില്ല. മറിച്ച് ഒരുപാട് ശ്രേഷ്ഠകരമായ സംഭവങ്ങൾ നബിയുടെ ജീവിതത്തിലും മുസ്ലിങ്ങളുടെ ചരിത്രത്തിലും സഫർ മാസത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് ഈ തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകൾ തന്നെ എഴുതിയിട്ടുള്ള പുസ്തകങ്ങളിലും ഇനി അതല്ല എല്ലാവർക്കും അംഗീകരിക്കാവുന്ന ഹദീസുകളിൽ തന്നെയും നമുക്ക് കാണാവുന്നതാണ്. വിശദീകരിക്കാതെ സൂചിപ്പിച്ചു പറയാം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒന്നാമത്തെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചത് സഫർ മാസത്തിലാണ്. നബി മുസ്ലിം ആകുന്നതിന് മുമ്പാണ്. ജാഹിലിയത്തിലെ മുശ്രിക്കുകൾക്കും സഫർ മാസത്തെക്കുറിച്ച് തെറ്റായ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ആ വിശ്വാസം നോക്കാതെ ഇന്നത്തെ ആളുകൾ വിശ്വസിക്കുന്നത് പോലെ സഫറിൽ നിക്കാഹ് പാടില്ല, കച്ചവടം പാടില്ല എന്ന വിശ്വാസം അന്നുണ്ട്. പക്ഷേ മുസ്ലിം ആകുന്നതിന്റെ മുമ്പേ, നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പേ 15 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജ ബീവിയെ കല്യാണം കഴിച്ചത് സഫർ മാസത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാരിൽ നബി ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഖദീജയാണ്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് ഖദീജ മരിച്ചിട്ടാണ് ആയിഷയെ കല്യാണം കഴിക്കുന്നത്. എന്നിട്ട് പോലും ഖദീജയെ കുറിച്ച് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് ചില വിമ്മിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. എന്തിനാണ് മരിച്ചുപോയ പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്? നിങ്ങൾക്ക് എത്ര പെണ്ണുങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പോലും ആയിഷ റളിയല്ലാഹു അൻഹ നബിയോട് ചോദിച്ച സന്ദർഭമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദീജയുടെ മഹത്വങ്ങൾ എണ്ണി പറഞ്ഞു കൊടുത്തു. ഇതാണ് ഖദീജ, അതുകൊണ്ടാണ് ഞാൻ ഖദീജയെ ഓർക്കുന്നത്. പിൽക്കാലത്ത് വല്ല ആടിനെയും മറുത്താൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സുഹൃത്തുക്കൾക്ക് ആ ആടിന്റെ മാംസകഷ്ണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്താർക്കാരുണ്ടായിരുന്നതാണ്. ഇത് നമ്മുടെ നാട്ടിലെ ആളുകൾ മൗലിദ് ഓതാനും നബിദിനം ആഘോഷിക്കാൻ തെളിവായി പറയാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല. എപ്പോഴെങ്കിലും ആടിനെ അറുത്താൽ നാൾ അത് നബിദിനത്തിലല്ല, റബീഉൽ അവ്വലിലല്ല, പ്രത്യേകിച്ച് സമയകാലമല്ല. അപ്പൊ അങ്ങനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കാൻ മാത്രം, ഓർക്കാൻ മാത്രം, മറ്റു ഭാര്യമാർക്ക് അത് പറയുമ്പോ
ഒരു ഗൈറത്ത്, ഈറ ഉണ്ടാകാൻ മാത്രം ശ്രേഷ്ഠയായ ഭാര്യയായി സഫറിൽ കിട്ടിയ ഖദീജ മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇബ്രാഹിം എന്ന് പറയുന്ന 1.5 വയസ്സിൽ മരിച്ചുപോയ ആ കുട്ടിയൊഴികെ ബാക്കി ആൺമക്കളും പെൺമക്കൾക്കും ഒക്കെ ജന്മം നൽകിയ ഉമ്മ ഈ ഖദീജയാണ്. അപ്പൊ മക്കളില്ലാത്തവളായി പോയോ? പെൺകുട്ടിയില്ലാത്തവളായോ? ആളില്ലാത്തവളായോ? അല്ല, ആണും പെണ്ണുമുള്ള മക്കൾക്ക് ജന്മം നൽകിയ മഹദിയാണ് ഖദീജ. സഫറിലാണ് കല്യാണം കഴിഞ്ഞത്. അപ്പൊ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഇനി നബിയുടെ മകൾ ഫാത്തിമ, എന്റെ കരളിന്റെ കഷ്ണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച, മരിക്കാൻ നേരത്ത് 2 സ്വകാര്യങ്ങൾ ചെവിയിൽ പങ്കുവച്ച ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിലാണ്. വളരെ സ്നേഹപരമായ ജീവിതം. ഹുസൈൻ, ഹസൻ, ചരിത്രത്തിൽ അറിയപ്പെടുന്ന പ്രമുഖരായ 2 പേരക്കുട്ടികൾക്ക് ജന്മം നൽകിയ നല്ല ഒരു വിവാഹ ജീവിതമായി ആ വിവാഹം മുന്നോട്ട് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പങ്കെടുത്ത 1-ാമത്തെ യുദ്ധം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ മരണപ്പെട്ട് കിടക്കുന്ന മറമാടപ്പെട്ട അബുവാ എന്ന് പറയുന്ന സ്ഥലത്ത് മുശ്രിക്കുകളുമായി നടത്തിയ യുദ്ധമാണ്. ആ 1-ാമത്തെ യുദ്ധത്തിന് നബി പോയത് അത് സഫർ മാസത്തിലാണ്. ലക്ഷണം കെട്ട മാസമാണ്, അടുത്ത മാസം പോകാം എന്ന് വിചാരിച്ചില്ല. അതുപോലെ ജൂതന്മാർക്കുമേൽ ആധിപത്യം നേടിയ 1-ാമത്തെ വളരെ സങ്കീർണമായ ദിവസങ്ങൾ നീണ്ടുനിന്ന, ആഴ്ചകളോളം നീണ്ടുനിന്ന ഘോരമായ പ്രതിരോധവും ഏറ്റുമുട്ടലും നടന്ന ഖൈബർ യുദ്ധം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായത് സഫർ മാസത്തിൽ നടന്ന യുദ്ധമാണ്. എന്നാലോ റമളാൻ മാസത്തിൽ നടന്ന ബദറിൽ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടായി, പിന്നെ ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് പരാജയം ഉണ്ടായി. എന്താ? സഫറിലായതുകൊണ്ടാ? അല്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിന്റെ ചരിത്രം മാറിമറിഞ്ഞ യാത്രയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ. ഈ ഹിജ്റക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെട്ടതെന്ന സഫർ മാസത്തിലാണ്. സഫറിലെ അവസാനത്തെ 3 ദിവസം, ഈ 3 ദിവസമാണ് പ്രവാചകൻ വീട്ടിൽ നിന്നിറങ്ങി അബൂ സിദ്ദീഖിനെ കൂട്ടി തൗർ ഗുഹ എന്ന് പറയുന്ന ആ ഒളിച്ചിരുന്ന മലയുടെ, തൗർ മലയുള്ള ഗുഹയിൽ പോയി ഒളിച്ചിരുന്നത്. ഈ 3 ദിവസം സഫർ മാസത്തിലെ അവസാനത്തെ 3 ദിവസമാണ്. 3 ദിവസം എങ്ങനെ എണ്ണിയാലും 27, 28, 29, അല്ലെങ്കിൽ 28, 29, 30, 3 നിലക്കെണ്ണിയാൽ, കാരണം 29, 30 ആകാലോ. എങ്ങനെയാലും അവസാനത്തെ 3 ദിവസം. അതിലും ഇവരെ എണ്ണുന്ന 28-ാം തീയതിയുണ്ട്, ലക്ഷണം കെട്ട 28-ാം തീയതിയുണ്ട്. ആ ദിവസമാണ് നബി ഗുഹയിൽ ഒളിച്ചിരിക്കുന്നത്. ഹിജ്റയ്ക്ക് വേണ്ടി പുറപ്പെടാൻ ഒളിച്ച് മലയിൽ താമസിച്ചത്. ഈ 3 ദിവസം ലക്ഷണം കെട്ട ദിവസമായോ? ഹിജ്റ പരാജയപ്പെട്ടോ? മദീനയിലെത്തിയിട്ട് വിജയമല്ലാതിരുന്നോ? നബി വഴിയിൽ ആരെങ്കിലും നബിയെ കൊള്ളയടിച്ച് അല്ലെങ്കിൽ ആക്രമിച്ച് കൊലപ്പെടുത്തിയോ? പിടിക്കാൻ പോയ ആൾക്ക് നബിയെ പിടിക്കാൻ കിട്ടിയോ? ഇല്ല. മാത്രമല്ല, യാത്രയിൽ അള്ളാഹു സംരക്ഷണം നൽകി. പാറകളെ ഉയർത്തി നിർത്തി കത്തിയാളുന്ന മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ പാറയെ ആകാശത്തിൽ ഉയർത്തി നിർത്തിയും കാർമേഘക്കൂട്ടങ്ങളെ കൊണ്ട് പരത്തിയും അള്ളാഹു നബിക്കും അബൂ സിദ്ദീഖിനും തണലിട്ട് കൊടുത്തു. പിടിക്കാൻ വന്നവൻ നബിയോട്, നബിയെ പിടിക്കാൻ വന്നവൻ നബിയോട് സഹായം ചോദിച്ച് തിരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. എന്താ? സഫറിൽ പോയിട്ട് എന്തേ ആപത്തുണ്ടായത്? ഒരാപത്തുണ്ടായില്ല. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന വർഷം ഉസാമ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന 18 വയസ്സ് മാത്രം എത്തിയ ചെറുപ്പക്കാരനായ ഹിബ്ബു റസൂലില്ലാഹ് എന്നറിയപ്പെട്ട ഉസാമയെ സേനാനായകനായി നിശ്ചയിച്ചുകൊണ്ട് റോമക്കാരോട് യുദ്ധം ചെയ്യാനുള്ള പട്ടാള സൈന്യത്തെ നബി ഒരുമിച്ച് കൂട്ടി. ഉസാമയെ നേതാവായി നിശ്ചയിച്ചു. ഈ സൈന്യം പുറപ്പെടുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ യാത്രാ സംഘം പുറപ്പെട്ടില്ല. ഇത് ഏത് മാസാ? സഫർ മാസത്തിലാണ്. ലക്ഷണക്കേടുണ്ടായോ? അപ്പൊ ചില ആൾക്കാർ പറയും, കണ്ടോ നബി മരിച്ചുപോയില്ലേ? പോയില്ലല്ലോ. പോയി. അബൂ സിദ്ദീഖ് ഖലീഫയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടപ്പിലാക്കിയ തീരുമാനം ഉസാമയെ കൊണ്ട് തന്നെ പറഞ്ഞയക്കാൻ അബൂ സിദ്ദീഖ് തീരുമാനിച്ചു. അപ്പൊ ചിലപ്പോ കാരണവന്മാരായ, പ്രായം ചെന്ന നേതാക്കന്മാരായ സഹാബികളിൽ ചില ആളുകൾക്ക് ഇഷ്ടക്കേടുണ്ടായി. ഞങ്ങളൊക്കെ ഈ വയസ്സന്മാരും കാരണവന്മാരും നബിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ, നബിയോടൊപ്പം നടന്ന യുദ്ധങ്ങളിലൊക്കെ പങ്കെടുത്ത ഞങ്ങളിവിടെ ഉണ്ടായിരിക്കെ ഈ 18 വയസ്സ് മാത്രമായ ഈ ചെറുപ്പക്കാരനെയാണോ അമീറായി നിശ്ചയിക്കുന്നത്? അതൊന്ന് മാറ്റിക്കൂടെ? ചില ആളുകൾ അഭിപ്രായം പറഞ്ഞു. അബൂ സിദ്ദീഖ് പറഞ്ഞു, ഉസാമ 18 വയസ്സായാലും ശരി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തീരുമാനം ഞാൻ നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് സഹാബികളിൽ ചിലരുടെ എതിരഭിപ്രായങ്ങളെ അവഗണിച്ച് നബിയുടെ അതേ തീരുമാനം തന്നെ നബിക്ക് ശേഷം അബൂ സിദ്ദീഖ് നടപ്പിലാക്കി. അപ്പൊ ഇതൊക്കെ എന്താ? ഇതൊക്കെ ഉണ്ടായത് സഫർ മാസത്തിലാണ്. അതുകൊണ്ട് ഈ ചരിത്രപരമായി നോക്കിയാലും ഈ പറയുന്ന ആളുകൾക്ക് യാതൊരു തെളിവുമില്ല. ഖുർആനും ഹദീസ് നോക്കിയാലും യാതൊരു തെളിവുമില്ല. അപ്പൊ ഇത് തൗഹീദിന് തീർത്തും എതിരായ, ഇത് ഒന്നിൽ സഫറിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, ഒരു നമ്പറിൽ ഒതുങ്ങുന്നതല്ല. പിന്നെ കന്നിമൂല, ഇത് നമ്മുടെ നാട്ടിലെ മറ്റ് ജാതിക്കാരുടെ, മതക്കാരുടെ വിശ്വാസമാണ്. പക്ഷേ മുസ്ലിങ്ങളായ ആളുകളിൽ പൊരക്ക് കുറ്റിയെടുക്കുമ്പോ, പീടി ഉണ്ടാക്കുമ്പോ കന്നിമൂല നോക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. കന്നിമൂല എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തിന്റെ, അത് ദീർഘചതുരമാണെങ്കിലും സമചതുരമാണെങ്കിലും ആ പറമ്പിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല, അതാണ്. ആ സ്ഥലം മോശപ്പെട്ടത് കൊണ്ടല്ല, അവരുടെ വിശ്വാസപ്രകാരം ഏറ്റവും പവർ കൂടിയ, ഊർജം കൂടിയ, ശക്തിയുള്ള സ്ഥലമാണ് കന്നിമൂല എന്നാണ്. അപ്പൊ ആ കന്നിമൂലയിൽ എന്തുകൊണ്ടാണ് കക്കൂസ് ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയുന്നത്? ചില മരങ്ങൾ കുഴിച്ചിടാൻ പാടില്ല എന്ന് പറയുന്നു, ചില ജീവികളെ വളർത്താൻ പാടില്ല. അതെന്താ? അത് പവർ കൂടിയതാണ്. അപ്പൊ ആ പവർ കുറഞ്ഞു. ഇത് ഏതായി പവർ? അവർ വിശ്വസിക്കുന്ന ഹൈന്ദവ ദൈവങ്ങൾക്കുള്ള പവറിനുള്ള സ്ഥലമാണ്. അവിടെ കക്കൂസ് ഉണ്ടാക്കാൻ പാടില്ല, മോശമായ സ്ഥലമാണ്. അതുകൊണ്ട് കക്കൂസ് ഉണ്ടാക്കാൻ പാടില്ല.
പാടില്ല, നല്ല സ്ഥലമാണ് വെക്കുന്ന പാടില്ല. ഇത് ആ ആളുകളുടെ മാത്രം വിശ്വാസമല്ല, നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ മുസ്ലിങ്ങളിൽ ഇതുണ്ട്. ഇനി അതല്ല, തൗഹീദുണ്ട് എന്ന് പറയുന്ന ശിർക്കിനെയും ബിദ്അത്തിനെയും എതിർക്കുന്ന ഒറിജിനൽ മുജാഹിദ് എന്ന് പറയുന്ന ആളുകൾ പോലും ഇത് ചെയ്യുന്നു. മുജാഹിദുകളായ ആളുകൾ പോലും വീടുണ്ടാക്കിയപ്പോ ഉണ്ടാക്കിയ കക്കൂസ് ഉപയോഗിക്കാതിരുന്നു, പിന്നെ അത് പൊളിച്ച് സ്റ്റോർ റൂമാക്കി മാറ്റി. ഇത് നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷക്കാരന്റെ വീട്ടിലല്ല, തൗഹീദിൽ വളർന്നു വന്ന ആളുകളുടെ വീട്ടിലാണ്. അപ്പൊ ശിർക്ക് അറിയാതെ നബി പറഞ്ഞതുപോലെ കറുകറുത്ത പാറയിൽ കറുത്ത ചെറിയ പൊടിയുറുമ്പ് അരിച്ചു വന്നാൽ കാണാത്തതുപോലെ തൗഹീദുള്ളവരിലേക്ക് ശിർക്ക് കീറിക്കൂടും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത് അതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഏറെ പഠിക്കുകയും മനസ്സിലാക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട വിഷയമാണ് നമ്മുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്. ചെറുതായാലും വലുതായാലും ശിർക്കിന്റെ ഒരംശവും നമ്മളിൽ ഉണ്ടാകാൻ പാടില്ല. പരലോകത്ത് നഷ്ടപ്പെടും എന്നതിന് പുറമെ ദുനിയാവിലും രക്ഷ ഉണ്ടാവില്ല. കാരണം എന്താ, സ്വസ്ഥതല്ല. അത് കണ്ടാ പേടി, ഇത് കേട്ടാ പേടി, അത് ചാടിയാൽ പേടി, ഇങ്ങനെ എല്ലാത്തിനെയും പേടിക്കുക. ഇത് സ്വസ്ഥത കെടുത്തുന്ന വിഷയമാണ്. മാനസിക സമാധാനവും പരലോകത്തെ രക്ഷയും കിട്ടണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ പിഴച്ച വിശ്വാസങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ ശിർക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. കേട്ടുപോയാൽ പോരാ, അത് പ്രാവർത്തികമാക്കണം. അങ്ങനെ തൗഹീദിന്റെ അനുയായികളായി മാറാൻ, അതിന്റെ വെളിച്ചവും സമാധാനവും കിട്ടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പഠിക്കുക, ശ്രദ്ധിക്കുക, അത് പ്രാവർത്തികമാക്കുക. കേട്ട് പോയിട്ട് യാതൊരു കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കാൻ. അള്ളാഹുവെ, ശരിയായ തൗഹീദിന്റെ വെളിച്ചം, ആ നൂറ് ഉൾക്കൊണ്ടുകൊണ്ട്, നൂറ് ഹൃദയത്തിലും ജീവിതത്തിലും ലഭിച്ച് അതിന്റെ ആ നൂറ് കൊണ്ട് അതിവേഗത്തിൽ സ്വർഗത്തിലേക്ക് പോവുകയും സ്വർഗത്തിൽ ആ നൂറിനാൽ പ്രകാശ